സ്വന്തമായിട്ടൊരു സീറ്റ് ഉണ്ടായിട്ടും എൻ്റെ സീറ്റിൽ വന്നിരിക്കുകയാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോഴെവിടെ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലാണ്. ഫോക്കസ് ആവുന്നില്ല. സോ നമ്മളിപ്പം ട്രെയിൻ ഇറങ്ങി വന്നേ ഉള്ളൂ. അവർ പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ ട്രാവൽ ഏജൻറ്റ്. എന്നിട്ടിപ്പോൾ നമ്മൾ അവരുടെ ഓഫീസിലാണ് നിൽക്കണേ. ഇത് കഴിഞ്ഞ് ബാഗയുടെ അടുത്താണ് നമ്മുടെ സ്റ്റേ. സോ നമ്മളിപ്പോൾ സമയം 5:10. നമ്മളൊന്ന് ബീച്ചിൽ പോയി മാർക്കറ്റിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം, സൺറൈസ് എടുക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ. സോ ബീച്ച് ഫുള്ള് പോകുന്ന വഴി ഓണാണ്. മഴ പെയ്യുന്നുണ്ട്. മിക്കവാറും ജാതു ആ വണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ സൂര്യനൊക്കെ ഇപ്പൊ ഉദിക്കുവോ? സൂര്യനിപ്പോ ഉദിക്കുവോ? കടകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആണ്. അതെ, ടാറ്റൂ സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ ഫുള്ള് സിക്കുണ്ട്, സ്പായുണ്ട്. ഇതിന്റെ മുകളിൽ കുപ്പിയുണ്ട്, സ്പായുണ്ട്. സോ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദാറ്റ്, വേറെയും പാർട്ടി ഉണ്ടായിരുന്നു ബാക്കിൽ. അവിടെ എനിക്ക് തോന്നുന്നു ഈ ഏരിയ ഫുള്ളൊരു 5 മണിക്ക് പാർട്ടി. അതാണ് ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട്. കണ്ട, ഫുള്ള് വരുന്ന വഴി പാർട്ടി കണ്ട പോലെ ഇതാ അവിടെയുണ്ട്. അതെനിക്ക് തോന്നുന്നു റെസ്റ്റോ ബാർ ആണ്. അവിടെ ഇരിക്കാനൊക്കെ എന്തോ സ്ഥലമൊക്കെ ഉണ്ടെന്നോ. ഇതെന്താ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. സൺറൈസ് കണ്ടിട്ടുണ്ടോ? എപ്പോ? ഞാൻ പണ്ട് കണ്ടിട്ടില്ല. ഇവിടെ എങ്ങനെയാ സൺറൈസ് തന്നെ പറയാന്ന് കേക്കട്ടെ. സൂര്യൻ വന്നിട്ടാണോ വെളിച്ചം വരിക? അതൊന്നും ചോദിച്ചാൽ അറിയില്ല. ഇരുട്ടത്തുനിന്ന് വെളിച്ചം വരുന്നത് സൂര്യൻ വന്നിട്ടാന്ന് മാത്രമേ അറിയൂ. അതെ അതെ അതെ. അവിടെ നോക്കി കാണാനില്ലല്ലോ. നല്ല ഇഞ്ചിയുടെ ചായ. എങ്ങനെയുണ്ട് ചായ? ക്ഷീണം മാറി. നല്ല ഇഞ്ചിയുടെ ചായ, ചൂട് സമയം. ഡേ 1 തുടക്കം ഇങ്ങനെ. നമ്മൾ സ്റ്റേ ചെയ്തോടെ തന്നെ അവർ ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നായി. അപ്പോൾ ഞാനൊരു ഗീ റോസ്റ്റ്. താങ്കളുടെ ഫുഡ് വന്നില്ല അല്ലേ? വിശന്നിരിക്കുന്ന ഭാര്യ. നല്ല മഴ. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണ് 2 വീലറിന് 4 വീലറിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത്. അതെന്തായാലും നന്നായില്ലേ? ഇല്ലെങ്കിൽ മറ്റേ ജാതിൻ്റെ ഡ്രസ്സ് ഇട്ട് കിടക്കേണ്ടതാണ്. ഇവിടെ കുറേ ഡ്രസ്സുകളൊക്കെ വാങ്ങി ഇട്ടതാണ്. ഇപ്പം നമ്മൾ ജാതുവായി നടക്കുന്നത്. എന്തായാലും പക്ഷെ അത് ആവശ്യം വരും. നീണ്ടിട്ട വിളയ്ക്ക് ശേഷം പൂരി ഭാജി എത്തിയിരിക്കണോ ഗൈസ്? എങ്ങനെയുണ്ട്? കൊള്ളണ്ടോ? കൊള്ളാവോ? അതും കൊണ്ട് കൊള്ളാന്നാണല്ലേ. ചായ, മഴ, ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഒരു ബംഗാളി പാട്ടും.
ആ നെയ്യും. പൂരി ബാജിയും ദോശയും കഴിച്ച മതിയാവാതെ ഞങ്ങൾ ഓരോ ഡബിൾ ഓംപ്ലേറ്റും കൂടി കഴിച്ച്. എന്താ സന്തോഷം. വിശപ്പ് മാറാത്തതിൻ്റെ. കഴിക്കൂ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗൈൻ. നമ്മളൊരു സൺറൈസ് കാണാനാണ് വിചാരിച്ചത്, പക്ഷെ മഴക്കാറായതുകൊണ്ട് സൂര്യൻ അങ്ങോട്ട് വന്നില്ല. മഴ പെയ്തില്ല, പക്ഷെ ചൂടില്ല, വെയിലില്ല, ഒരു ശാന്തമായ ക്ലൈമറ്റ്. സോ വി ആർ ഓൺ അവർ വേ ടു അഗോറ ഫോർട്ട്. അവിടെയും നല്ല മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. നമ്മുടെ നാട് പോലൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ക്യാഷ് എടുക്കുന്നുള്ളൂ. അപ്പൊ ക്യാഷ് ആയിട്ട് വരണം. ഭാഗ്യം കുറച്ച് ക്യാഷ്. 1612 അഗോഡ ഫോർട്ട് നിർമ്മിച്ചത്. ഇത് സ്പ്ലിറ്റായി 2 ഭാഗം, ഒന്ന് മുകളിലെ കോട്ടയും പിന്നെ ഒന്ന് താഴത്തെ കോട്ടയും എന്നറിയപ്പെടുന്നു. മുകളിലെ കോട്ട കപ്പലുകൾക്ക് കുടിവെള്ളം ലഭിക്കുന്ന സ്ഥലവും, എന്നാൽ താഴത്തെ കോട്ട പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായ നഗൂരമായിട്ടും സേവിച്ചു. അഗോദ എന്ന വേർഡ് പോർച്ചുഗീസിലെ അർത്ഥം വെള്ളം നൽകുന്ന സ്ഥലം എന്നാണ്. ഈ ടാങ്കിൽ 23,76,000 ഗാലൺ വെള്ളമാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഐസ് ടീ സിപ്പ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ട്രൈ. യെസ്, അതാ ഞാൻ പറഞ്ഞത്. ആൻഡ് ദിസ് ഇസ് മൈ റിവർസൈഡ് ബ്ലസ് ഡ്രിങ്ക്. എന്താ പൈനാപ്പിളും എല്ലാം. ശംഖുപുഷ്പം. യെസ്. റെസ്ട്രോ ബാർ. സോ ദിസ് ഇതിലൊക്കെ നോക്കിയപ്പോൾ ബാറുണ്ട്, ആൽക്കഹോളിക്, നോൺ ആൽക്കഹോളിക് എല്ലാം ഉണ്ട്. ആൻഡ് മേലൊരു ബോട്ടിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് നൈസ്. ബാക്കിൽ ഇതിൻ്റെ ഫുൾ ലേക്കാണ്. ആൻഡ് നമുക്കിവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. സോ ഏകദേശം ഗൂഗിളിൽ ഒരു 4.6 റേറ്റിംഗ് ഉണ്ടല്ലേ. അത് നോക്കിയിട്ടാണ് നമ്മൾ വന്നത്. ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് വൺ? ഓ യാ, overall I think it's good. ബീഫ് നമ്മുടെ പോലത്തെ ബീഫാണോ? നമ്മുടെ പോലത്തെ ബീഫ് തന്നെയാണ്, പക്ഷെ മസാല ഭയങ്കര ടാങ്കിയാണ്. നൈസ്. ഇനി ഞാനും ട്രൈ ചെയ്യാം. എന്താണെന്നറിയോ? റവ ഫ്രൈ. അടിപൊളി താറില്ല. എന്റെ ഓർഡറിങ് ഒന്നും പാളിയിട്ടില്ല. അതെല്ലാം ദൂരെ കാസിനോസ് ആണ്. പറ്റിയാൽ നമ്മൾക്ക് പോവാം. സോ ഗോവയിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുനിത്തിനെ നമ്മൾ മീറ്റ് ചെയ്യാണ്. വ്ളോഗിന് വേണ്ടി ഒരു ഹായ് പറയൂ. പച്ചവെള്ളാണോ?
ചെയ്തില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകാർ വന്നിട്ട് അതവിടെ ക്ലോസ് ചെയ്തിരിക്കുക ഹൈ ടൈഡൊക്കെ കാരണം. ഡിസപ്പോയിൻമെൻറ്റ്. അതിലെന്തല്ലോ പറയുന്നത്. ഈ മരവും സുനിത്തുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. എന്താ അത്? ഇവിടെയാണ് ഞങ്ങൾ ആദ്യം വന്ന് ഫസ്റ്റ് ടൈം കെരിയിൽ വന്നപ്പോ ബിയർ കുടിക്കാൻ ക്യാന് പൊക്കിയപ്പോ കാക്ക തൂറിയത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിയർ ഞങ്ങള് കളഞ്ഞിട്ട് ബാക്കി പിന്നെ ഉണ്ടായിരുന്ന ബിയർ ആ ക്യാനിൽ ഒഴിച്ച്. സോ നമ്മൾ സുനിത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ബാഗയുടെ അടുത്തുള്ള നമ്മുടെ റൂമിലേക്ക് പോയി. അവിടുന്ന് പിന്നെ നമ്മൾ ബാഗയിൽ പോവാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അല്ല ലെഫ്റ്റ് ഇത് തൊഴി പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. ഈ സൈഡ് തൊഴി ലെഫ്റ്റ്. എന്നാ ഉള്ളിലേക്ക് പോട്ടെ.